ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിനീസ് കിച്ചൺ ഫ്യൂഷൻ. ഇന്നത്തെ റെസിപ്പി സോസേജ് മസാല പുട്ട്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പം നമ്മുടെ സോസേജ് മസാല പുട്ട് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സവാള 2 എണ്ണം കട്ട് ചെയ്തത്, സോസേജ് 5 എണ്ണം കട്ട് ചെയ്തത്, ടൊമാറ്റോ ഹാഫ് കട്ട് ചെയ്തത്, ഗരം മസാല 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, തേങ്ങ ചിരകിയത്, ഉപ്പ്, പുട്ടുപൊടി 2 കപ്പ്. ഇനി പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കുറേശ്ശെയായി ഇളക്കി കൊടുക്കുക. പുട്ടിൻ്റെ പരുവത്തിന് കുഴച്ചെടുക്കണം. ഇങ്ങനെ കുഴച്ച് എടുത്ത പൊടിയാണിത്. ഇത് നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഇനി സോസേജിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെക്കുക. ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഒരു പാൻ വെക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. മിക്സ് ചെയ്ത് വെച്ചിരുന്ന സോസേജ് ഇതിലേക്കിടുക. കുറേശ്ശെയായി അതിലേക്കിടുക. ഇത് എണ്ണയ്ക്കകത്തൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഇതൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫ്രൈ ചെയ്ത സോസേജ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ്. ഇനി ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്യുക. ഇത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി സവാള ആഡ് ചെയ്യുക. സവാള ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യുക. വഴറ്റിയെടുക്കാം. വഴറ്റിയ സവാള ഇനി ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ട് തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലകളുടെ എല്ലാം നല്ലൊരു മണം വരുന്നുണ്ട്. ഗരം മസാലയുടെ മണം നല്ലതായിട്ട് വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുക. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സോസേജ് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കുക.
ഇനി പുട്ടുകുറ്റിയിലേക്കുള്ള ഫില്ലിംഗ് പറഞ്ഞു തരാം. ആദ്യം തേങ്ങ ചിരകിയത് ചേർക്കുക. അതിനുശേഷം പുട്ടുപൊടി ചേർക്കുക. അതിനുശേഷം സോസേജ് 1 ലെയർ സോസേജ് വെക്കുക. ഇതിലേക്ക് വീണ്ടും പുട്ടുപൊടി ചേർക്കുക. വീണ്ടും 1 ലെയർ സോസേജ് വെക്കുക. പുട്ടുപൊടി ചേർക്കുക. ഇനി കുറച്ച് തേങ്ങയും കൂടെ മുകളിലിട്ട് അടച്ചു വെക്കാം. അടപ്പുകൊണ്ട് അടച്ചു വെക്കുന്നത് പുട്ടുകുറ്റിയിലേക്ക് വെക്കാം. ആവി വരുന്നിടം വരെ വേവിച്ചെടുക്കുക. അങ്ങനെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായ സോസേജ് മസാലപ്പുട്ട് റെഡിയായിരിക്കുകയാണ്. ഇതൊരു വെറൈറ്റി ഡിഷാണ്. ഈ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.